മകരവിളക്കിന് അയ്യപ്പ സന്നിധി ഒരുങ്ങി. മകരജ്യോതിക്ക് മുന്നോടിയായുള്ള ശുദ്ധിക്രിയകൾ സന്നിധാനത്ത് നടന്നു. നാളെ വൈകിട്ട് 6:30-ക്കാണ് മകരജ്യോതി ദർശനം. കനത്ത സുരക്ഷയിലാണ് സന്നിധാനവും പരിസര പ്രദേശങ്ങളും. അയ്യപ്പ ഭക്തർ ദർശനപുണ്യം കൊതിക്കുന്ന മകരവിളക്കിന് ഒരു പകൽ മാത്രം ശേഷിക്കുമ്പോൾ സന്നിധാനം ഭക്തിലഹരിയിലാണ്. ആയിരക്കണക്കിന് തീർത്ഥാടകരാണ് സന്നിധാനത്ത് എത്തിയിരിക്കുന്നത്. മകരവിളക്കിന് മുന്നോടിയായുള്ള ശുദ്ധിക്രിയകൾ തന്ത്രി കണ്ഠരര് രാജീവർ, മേൽശാന്തി VN വാസുദേവൻ നമ്പൂതിരി എന്നിവരുടെ നേതൃത്വത്തിൽ നടന്നു. ഇന്നലെ ഇന്നുമായിട്ട് ശുദ്ധിക്രിയകൾ അതിന്റെ ഭാഗമായിട്ട് നടന്നു. ഇന്നലെ പ്രാസാദ ശുദ്ധിക്രിയകൾ നടന്നു. ഇന്ന് ബിംബശുദ്ധിക്രിയകൾ ഉച്ചപൂജയോടനുബന്ധിച്ച് നടക്കും. നാളെ വൈകിട്ട് തിരുവാഭരണം പന്തളത്തുനിന്ന് കൊണ്ടുവരുന്ന തിരുവാഭരണം ചാർത്തി ദീപാരാധന ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് 7:52 സംക്രമ പൂജ. ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങുകളാണ് ശബരിമലയെ സംബന്ധിച്ചിടത്തോളം. ഇന്നലെ വൈകുന്നേരം മുതൽക്കാണ് ശുദ്ധിക്രിയകൾ തുടങ്ങിയത്. രാക്ഷഹോമം, വാസ്തുബലി, പുണ്യാഹം, വാസ്തുഹോമം തുടങ്ങിയിട്ടുള്ളതെല്ലാം ഇന്നലെ കഴിച്ചു. പ്രാസാദ ശുദ്ധി. അതിനുശേഷം ഇന്ന് പഞ്ചകം, പഞ്ചഗവ്യം, 25 കലശം തുടങ്ങിയിട്ടുള്ള ശുദ്ധിക്രിയകൾ ഇന്ന് ഉച്ചയ്ക്ക്, ധാര തുടങ്ങിയിട്ടുള്ള ശുദ്ധിക്രിയകൾ ഇന്ന് ഉച്ചയ്ക്ക് കഴിഞ്ഞു. നാളെ വൈകിട്ട് 6:30-ക്കാണ് തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധന. തുടർന്ന് മകരജ്യോതി തെളിയും. പതിവിൽ നിന്ന് വ്യത്യസ്തമായി ദീപാരാധന കഴിഞ്ഞാണ് ഇത്തവണ സംക്രമ പൂജ. സൂര്യൻ ധനുരാശിയിൽ നിന്ന് മകരം രാശിയിലേക്ക് മാറുന്ന സംക്രമ മുഹൂർത്തമായ 7:52-ന് സംക്രമ അഭിഷേകം നടക്കും. തിരുവിതാംകൂർ കൊട്ടാരത്തിൽ നിന്ന് കൊണ്ടുവരുന്ന നെയ്ത്തേങ്ങ ഉടച്ചാണ് അഭിഷേകം. മകരജ്യോതിക്ക് ശേഷം മാളികപ്പുറത്തമ്മയെ ആനപ്പുറത്ത് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ 18-ാം പടിയിലേക്ക് ആനയിക്കും. മകരജ്യോതി ദർശനത്തിനായി സന്നിധാനത്തും പരിസരത്തുമായി 8ഓളം വ്യൂ പോയിന്റുകൾ തയ്യാറായി. പമ്പ ഹിൽടോപ്പിൽ ദർശനം അനുവദിക്കാത്തതിനാൽ പാണ്ടിത്താവളത്തും പരിസരത്തും തിരക്ക് കൂടി. മകരവിളക്കിനും മകരജ്യോതി ദർശനത്തിനുമായുള്ള കാത്തിരിപ്പാണ് ഇനി. വലിയ തിരക്കില്ലാത്തതിനാൽ ഏവർക്കും സുഗമമായ ദർശനം സാധ്യമാകും. സന്നിധാനത്തു നിന്നും ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ജോയ് നായർ, ന്യൂസ് 18. മകരസംക്രമത്തിന് അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തിരുവാഭരണ ഘോഷയാത്ര ഭക്തിയുടെ നിറവിൽ പ്രയാണം തുടരുന്നു. സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി സായുധ പോലീസ് സംഘം യാത്രയ്ക്കൊപ്പമുണ്ട്. ഇന്ന് രാത്രി ലാഹയിൽ തങ്ങുന്ന ഘോഷയാത്ര നാളെ സന്നിധാനത്തെത്തും. പുലർച്ചെ അയിരൂർ പുതിയ കാവിൽ നിന്നും ആരംഭിച്ച തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് വിവിധ ക്ഷേത്രങ്ങളിൽ ലഭിച്ചത് ഭക്തിസാന്ദ്രമായ വരവേൽപ്പ്. ഇടക്കുളം, വടശ്ശേരിക്കര, പ്രയാർ ക്ഷേത്രങ്ങളിൽ തിരുവാഭരണ പേടകം തുറന്നുവച്ചു. രാജപ്രതിനിധി രാഘവവർമ്മയുടെ നേതൃത്വത്തിലാണ് യാത്ര. ഗുരുസ്വാമി പന്തളം കുളത്തിനാൽ ഗംഗാധരപിള്ളയുടെ നേതൃത്വത്തിൽ 22 പേരാണ് തിരുവാഭരണങ്ങൾ എത്തുന്നത്. ഈ തിരുവാഭരണ പേടകമായിട്ട് പോകുന്നത് 54-ാമത്തെ വർഷമാണ്. എൻ്റെ 19-ാമത്തെ വയസ്സ് മുതൽ ഞാൻ ഈ പേടകം ചുമക്കാൻ തുടങ്ങിയത്. നാളെ പുലർച്ചെ ലാഹയിൽ നിന്നും അട്ടത്തോട് വഴി പരമ്പരാഗത വനപാതയിലൂടെ നീലിമല കയറി യാത്ര ശരംകുത്തിയിൽ എത്തും. മകരസംക്രമത്തിനായി മലയൊരുങ്ങുമ്പോൾ തിരുവാഭരണ ഘോഷയാത്ര പ്രയാണം തുടരുകയാണ്. ക്യാമറാമാൻ സി വിനോദിനൊപ്പം സുർജിത് അയ്യപ്പത്ത്, ന്യൂസ് 18. മകരവിളക്കിനോടനുബന്ധിച്ച് കനത്ത സുരക്ഷയിലാണ് ശബരിമല. വിവിധ വകുപ്പുകളുടെ അവലോകന യോഗം സന്നിധാനത്ത് ചേർന്നു. IG ബൽറാം കുമാർ ഉപാധ്യയുടെ നേതൃത്വത്തിൽ 2275 പോലീസുകാരെയാണ് സുരക്ഷയ്ക്ക് നിയോഗിച്ചിട്ടുള്ളത്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ദേവസ്വം മന്ത്രിയും ദേവസ്വം പ്രസിഡന്റും അറിയിച്ചു. വിവാദങ്ങളാൽ നിറഞ്ഞ ഈ ശബരിമല സീസണിലെ ഏറ്റവും തിരക്കേറിയ ദിവസമാവും നാളെ. വിപുലമായ സൗകര്യങ്ങളും പഴുതടച്ച സുരക്ഷയുമാണ് സർക്കാരും ദേവസ്വം ബോർഡും പോലീസും ഒരുക്കിയിട്ടുള്ളത്. ഉന്നതതല യോഗം ചേർന്ന് അവസാനവട്ട ഒരുക്കങ്ങൾ അവലോകനം ചെയ്തു. എല്ലാ പ്രശ്നങ്ങളും തീർത്തിട്ടുണ്ട്. തിരുവാഭരണ ഘോഷയാത്രയെ സ്വീകരിക്കുന്നതുൾപ്പെടെ മകരവിളക്കിന്റെ നടത്തിപ്പ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചു. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായെന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. മകരവിളക്കുമായി ബന്ധപ്പെട്ട എല്ലാ ക്രമീകരണങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട്. എത്ര ലക്ഷം ആളുകൾ വന്നാലും അവർക്കെല്ലാം സൗകര്യപ്രദമായി മകരജ്യോതി കാണുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. പ്രാവശ്യം സുപ്രീം കോടതി വിധിക്ക് ശേഷം ഒരു പ്രത്യേക സാഹചര്യം ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായി. ആ സാഹചര്യം വരുമാനത്തിലും സ്വാഭാവികമായിട്ടും പ്രതിഫലിക്കുന്നുണ്ട്. ഭക്തരുടെ എണ്ണം മുൻ വർഷത്തെ അപേക്ഷിച്ച് 1.5 ലക്ഷത്തോളം കുറവായിരിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. ഇത് പോലീസിന് നൽകുന്ന ആശ്വാസം വലുതാണ്. എന്നാൽ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ പോലീസ് കൂടുതൽ ജാഗ്രതയിലാണ്. പ്രളയം തകർത്ത പമ്പാ തടത്തിലെ അപകട സാധ്യത കണക്കിലെടുത്ത് പമ്പ ഹിൽടോപ്പിൽ നിന്നുള്ള മകരവിളക്ക് ദർശനം ഇത്തവണ അനുവദിക്കില്ല. മകരവിളക്ക് പൂജ കൂടി ശാന്തമായും വിജയകരമായും പൂർത്തിയാക്കാനായാൽ വിവാദങ്ങൾക്ക് നടുവിലും സർക്കാരിന് തലയുയർത്തി നിൽക്കാം.
അപ്പോഴും വരുമാനത്തിലുണ്ടായ വന്നിടിവ് പരിഹരിക്കാൻ ദേവസ്വം ബോർഡിന് ഏറെ പണിപ്പെടേണ്ടി വരും. സന്നിധാനത്ത് നിന്നും ക്യാമറാമാൻ പ്രവീൺ നെല്ലിമുണ്ടൊപ്പം ആർ കിരൺ ബാബു. മകരവിളക്കിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കുമ്പോൾ ശബരിമലയിലേക്കുള്ള തീർത്ഥാടകരുടെ എണ്ണത്തിലും വർധനയുണ്ട്. പമ്പയിലും നല്ല തിരക്കാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. സന്നിധാനത്ത് നിന്ന് ആർ കിരൺ ബാബുവും പമ്പയിൽ നിന്ന് MS അനീഷ് കുമാറും ചേരുന്നുണ്ട്. കിരൺ, സന്നിധാനത്ത് നല്ല തിരക്ക് ആരംഭിച്ചു കഴിഞ്ഞോ? എത്രത്തോളം സുരക്ഷാ സജ്ജീകരണങ്ങളാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരുക്കിയിട്ടുള്ളത്? ഇക്കുറി വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ പഴുതടച്ച സുരക്ഷാ സംവിധാനങ്ങളാണ് പോലീസും സർക്കാരും ദേവസ്വം ബോർഡും ഒരുക്കിയിട്ടുള്ളത്. ഭക്തർക്ക് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് അവസാനവട്ട അവലോകന യോഗം ചേർന്ന് ഇന്നത്തെ സൗകര്യങ്ങളെല്ലാം വിലയിരുത്തി ഏതെങ്കിലും ഭാഗത്ത് വീഴ്ച ഉണ്ടെങ്കിൽ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കാനുള്ള തീരുമാനം അടക്കം എടുത്തിട്ടുണ്ട്. പൊതുവെ എല്ലാ ഒരുക്കങ്ങളും തൃപ്തികരമാണ് എന്നാണ് വിലയിരുത്തൽ. അതോടൊപ്പം തന്നെ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഈ വർഷം ഭക്തരുടെ എണ്ണത്തിൽ ഏകദേശം 1.5 ലക്ഷത്തോളം ആളുടെ എണ്ണത്തിൽ കുറവുണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഇവിടെ എത്തുന്ന മുഴുവൻ ഭക്തർക്കും സുഗമമായ ദർശനത്തിനുള്ള സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ഈ തിരക്ക് കുറയുന്നത് സ്വാഭാവികമായും പോലീസിന് വലിയ ആശ്വാസം നൽകുമ്പോൾ തന്നെ ഇപ്പോഴത്തെ പശ്ചാത്തലത്തിൽ സുരക്ഷ കൂടുതൽ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. 2275 പോലീസുകാരെയാണ് നിയോഗിച്ചിട്ടുള്ളത്. അതോടൊപ്പം കൂടുതൽ പോലീസുകാരെ ആവശ്യമാണെങ്കിൽ അവരെ വിനിയോഗിക്കാൻ വേണ്ടി സജ്ജമാക്കി നിർത്തിയിട്ടുണ്ട്. ഇന്ന് രാവിലെ ഏകദേശം ഇന്നലെ മുതൽ തന്നെ സന്നിധാനത്ത് ഈ സീസണിലെ തിരക്ക് കൂടിക്കൂടി വരികയാണ്. നാളത്തേക്കുള്ള ദർശനം മകരജ്യോതി ദർശനത്തിന് വേണ്ടിയുള്ള ഭക്തരാണ് ഇപ്പോൾ കൂടുതലായും ഇവിടെ തങ്ങുന്നത്. ഇന്നലെയും കയറിയ ഭക്തരിൽ നല്ലൊരു ശതമാനവും ഇറങ്ങിയിട്ടില്ല. തിരുവനന്തപുരത്ത് നിന്ന് എത്തിയ 10 അംഗ ട്രാൻസ്ജെൻഡർ സംഘം ഇപ്പോൾ നമുക്ക് ഒപ്പമുണ്ട്. ഇവരിൽ പുരുഷന്മാരായിരുന്ന സമയത്ത് നേരത്തെ തന്നെ ദർശനം നടത്തിയവരുമുണ്ട്, ആദ്യമായി ദർശനം നടത്തുന്നുണ്ട്, കന്നിമലയിൽ കയറുന്ന സ്വാമിമാരുമുണ്ട്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. കീർത്തിയുടെ നേതൃത്വത്തിലാണ് തിരുവനന്തപുരത്ത് എത്തിയത്. നമുക്ക് കീർത്തിയോട് തന്നെ ചോദിക്കാം. ഞാൻ ട്രിവാൻഡ്രത്താണ്. പക്ഷേ ഞങ്ങളിവിടെ വരുന്നതിന് മുമ്പ് ഞങ്ങൾക്കൊരു കെട്ട്, അതായത് ഞങ്ങൾ ട്രിവാൻഡ്രത്തെ കെട്ട് കെട്ടാൻ വേണ്ടി ഞങ്ങളുടെ ഇരുമുടി നിറയ്ക്കാനോ അല്ലെങ്കിൽ ഇരുമുടി മുറുക്കാനുള്ള ഒരു സാഹചര്യം നമ്മുടെ ദേവസ്വം ബോർഡിൽ നിന്നും ഉണ്ടായിരുന്ന 2 ക്ഷേത്രമുണ്ട്. അത് ശാസ്താംകോവിൽ NSS കോവിലിൻ്റെ അവിടെ ധർമ്മശാസ്ത്ര പിന്നെ തൈക്കാട് ക്ഷേത്രമാണ്. അത് ഞങ്ങൾക്ക് ക്ഷേത്രത്തിൽ അതൊരു വളരെ ഒരു വിഷമമുള്ള കാര്യമാണ്. ഞങ്ങൾക്ക് ഇങ്ങനെ കെട്ടുമുറുക്കാൻ ഞങ്ങൾ ട്രാൻസ്ജെൻഡേഴ്സ് ആണെന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങൾ സമ്മതിക്കാത്തത്. പിന്നെ ഞങ്ങൾ സ്വന്തം പോലീസെല്ലാം, അതായത് പോലീസ് മേധാവികളെല്ലാം ഇടപെട്ടാണ് അതൊരു ഇതാക്കിയത്. എങ്കിൽ പോലും ഞങ്ങളിപ്പോൾ 10ഓളം വരെ വന്നതിന് വളരെയധികം സന്തോഷമുണ്ട്. കാര്യം ഞങ്ങളുടെ സ്വന്തം റിസ്കിലാണ് ഇവിടെ വന്നിരിക്കുന്നത്. എങ്കിലും ഞങ്ങൾക്ക് ഏതൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. എൻ്റെ കൂടെ നയന എന്ത് പറയുന്നു? ദർശനത്തെക്കുറിച്ച് ഞങ്ങൾക്ക് സപ്പോർട്ടുണ്ടായിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥരുടെ സപ്പോർട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വരെ എത്തിയതും അവർ വന്നുകൊണ്ട് തന്നെ നമുക്കൊരു നല്ലൊരു ആശ്വാസം തന്നതും. അത് അവരെ കുറ്റം പറയാൻ പറ്റില്ല. അവർ നമ്മളോട് നല്ല കാര്യമായിട്ടാണ് പെരുമാറുകയൊക്കെ ചെയ്ത്. അതുപോലെ ഇവിടുത്തെ കമ്മിറ്റിക്കാർ മറ്റെല്ലാവരും നമ്മളോട് പെരുമാറി. നമ്മുടെ നാട്ടിൽ നിന്ന് ഇവിടെ വരുന്നവരെ ഇവിടെ ഉള്ള ഒരു കുഴപ്പവും നമുക്കില്ലായിരുന്നു. 3 വണ്ടി വന്നാലൊക്കെ 3 വണ്ടികളും അവർ ഔട്ട് ചെയ്ത് ഓടിക്കുകയാണ് ചെയ്തത്, പേടിച്ച്. ഇവരുടെ എല്ലാവിധ മറ്റ് സുരക്ഷാ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെന്നും സുഗമമായി തന്നെ ഇവർക്ക് വരാൻ കഴിഞ്ഞു എന്നുമാണ് 10 ട്രാൻസ്ജെൻഡേഴ്സും പറയുന്നത്. അവർ ആകെ ബുദ്ധിമുട്ടായി പറയുന്നത് തിരുവനന്തപുരത്ത് ദേവസ്വം ബോർഡിൽ 2 ക്ഷേത്രങ്ങളിൽ കെട്ട് നിറയ്ക്കാൻ അവസരം ചോദിച്ചു വന്നിരുന്നു. എന്നാൽ അവിടെ രണ്ടും കെട്ട് നിറയ്ക്കാൻ അവർക്ക് അനുവാദം ലഭിച്ചില്ല. അവസാനം ഒരു ഗുരുസ്വാമിയെ വീട്ടിൽ വരുത്തിയാണ് അവർ കെട്ട് നിറച്ചത്. ശരി കിരൺ, ഇപ്പോൾ അനീഷ് കൂടി പമ്പയിൽ നിന്ന് ചേരുന്നുണ്ട്. അനീഷ്, പമ്പയിൽ എത്രത്തോളം ആളുകളാണ് എത്തി തുടങ്ങുന്നത്? അവിടുത്തെ ക്രമീകരണങ്ങളൊക്കെ എങ്ങനെയാണ്? ധന്യ, പമ്പയിൽ നിന്നും സന്നിധാനത്തേക്കുള്ള അയ്യപ്പ ഭക്തന്മാരുടെ പ്രയാണം വർദ്ധിച്ചു വരുന്നു എന്നാണ് നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം. ഏറ്റവും ഒടുവിൽ വിവരം കിട്ടുമ്പോൾ ഏതാണ്ട് 50,000-ലധികം ആളുകൾ സന്നിധാനത്തേക്ക് പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. 1,00,000 ആളുകൾ സന്നിധാനത്തേക്ക് പോയിരിക്കുന്നു. ഇന്നലെ ഒരു ദിനം കൊണ്ട് ആകെ സന്നിധാനത്തെത്തിയ ആളുകളുടെ എണ്ണം 68,000 ആയിരുന്നു. എന്നാൽ അതിനേക്കാൾ ഉപരി ഇന്ന് ഉച്ചയ്ക്ക് തന്നെ 50,000 കടന്നിരിക്കുന്നു. അതുകൊണ്ട് വൈകുന്നേരത്തോടുകൂടി കൂടുതൽ ആളുകൾ എത്തുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അമ്പലപ്പുഴ ആലങ്ങാട് സംഘങ്ങൾ പമ്പാ സദ്യ കഴിച്ചിരിക്കുന്നു. അവർ ഏതാണ്ട് 4 മണിയോടുകൂടി സന്നിധാനത്തേക്ക് കയർക്കും. അവരെ അനുഗമിച്ചുകൊണ്ട് വലിയൊരു സംഘം തീർത്ഥാടകർ സന്നിധാനത്തേക്ക് പോകും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഒപ്പം വൈകുന്നേരം പമ്പാ വിളക്കമുണ്ട്. പമ്പാ വിളക്കും കൂടി കഴിയുമ്പോൾ പമ്പയിൽ അവശേഷിക്കുന്ന ഭക്തർ കൂടി സന്നിധാനത്തേക്ക് പോകും. അതുകൊണ്ട് എന്തായാലും ഇന്നലത്തതിനേക്കാൾ കൂടുതൽ ആളുകൾ ഇന്ന് സന്നിധാനത്തേക്ക് എത്തും എന്ന കാര്യം ഉറപ്പാണ്. ഒപ്പം സന്നിധാനത്തെത്തുന്ന ആളുകൾ പിന്നീട് പമ്പയിലേക്ക് തിരികെയും വരില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹിൽ ടോപ്പ് അടക്കമുള്ള ഇടങ്ങളിൽ മകരജ്യോതി ദർശനത്തിനുള്ള അവസരം ഇത്തവണയില്ല. അതുകൊണ്ട് സാധാരണഗതിയിൽ പമ്പയിൽ തങ്ങിയിരുന്ന ആളുകൾ കൂടി സന്നിധാനത്തേക്ക് തന്നെ ഇന്ന് പോകും. ധന്യവാദം.
ശരി അനീഷ്, പമ്പയിലും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. കനത്ത സുരക്ഷയിലാണ് സന്നിധാനവും പമ്പയും. MS അനീഷ് കുമാർ പമ്പയിൽ നിന്നും സന്നിധാനത്ത് നിന്ന് കിരൺ ബാബുവുമാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമല മകരവിളക്കിന് മുന്നോടിയായി പമ്പയിൽ ആചാര തനിമയോടെ പമ്പ സദ്യ. സർവ്വ ഐശ്വര്യത്തിനുമായുള്ള പമ്പ വിളക്ക് വൈകിട്ട് നടക്കും. ചോറും 12 കൂട്ടം കറികളും, മധുരം പകരാൻ പാൽപ്പായസം. അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ ഉച്ചപൂജ കഴിഞ്ഞതോടെ അയ്യപ്പന് നേദ്യം. തുടർന്ന് പന്തിയിൽ വിളമ്പി തുടങ്ങി. തീണ്ടലും തൊട്ടുകൂടായ്മയും നിലനിന്ന കാലം. പേട്ടതുള്ളി സന്നിധാനത്തേക്ക് പുറപ്പെട്ട അമ്പലപ്പുഴ സംഘം സദ്യയൊരുക്കി പന്തിഭോജനം നടത്തി. കാലങ്ങൾ കഴിഞ്ഞെങ്കിലും ആചാരങ്ങൾക്ക് മാറ്റമില്ല. ശബരിമലയിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതേപടി നിലനിർത്തി ഇവിടെ എത്തുന്ന അമ്പലപ്പുഴ സംഘത്തോടൊപ്പം വരുന്ന അയ്യപ്പന്മാർക്കും കൂടാതെ പമ്പയിലെത്തുന്ന ഒരു 2000 പേർക്കോളം നമ്മൾ ഇവിടെ അന്നദാനം എന്നുള്ള നിലയിൽ തന്നെ പമ്പാ സദ്യ നടത്തുന്നു. അമ്പലപ്പുഴ ക്ഷേത്രത്തിലെ 7 പാചകക്കാരിൽ നിന്ന് നറുക്കിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്നയാൾക്കാണ് പാചകത്തിന്റെ അവകാശം. അമ്പലപ്പുഴ ഞങ്ങൾ കൊടുത്ത പ്രസാദ കൂട്ടിന് 7 പാചകക്കാരുണ്ട്. നറുക്കിട്ടാണ് എടുക്കുന്നത്. ഓരോ വർഷവും ഞാൻ 26 വർഷത്തോളം ഞാൻ ചെയ്തായിരുന്നു. അന്ന് നറുക്കൊന്നുമല്ല. ഇപ്പോൾ 7 പാചകക്കാർ വന്നപ്പോൾ നറുക്കായി. അതിനുശേഷം ഇപ്പോൾ നറുക്കിട്ട് വന്നപ്പോൾ 6 വർഷം കൂടിയിട്ട് എനിക്കില്ലായിരുന്നു. ഇപ്പോൾ 7ാമത്തെ വർഷം വീണ്ടും കിട്ടി. വൈകിട്ട് സന്ധ്യാദീപാരാധനയ്ക്ക് ശേഷമുള്ള പമ്പാ വിളക്കിനുള്ള ഒരുക്കങ്ങളും പൂർത്തിയായി. വിളക്ക് കഴിയുന്നതോടെ പമ്പയിൽ തമ്പടിച്ചിരിക്കുന്ന തീർത്ഥാടകർ പൂർണ്ണമായി സന്നിധാനത്തേക്ക് നീങ്ങും. ന്യൂസ് 18 പമ്പ. ആർത്തവം അയിത്തമല്ലെന്ന് പ്രഖ്യാപിച്ച് കൊച്ചിയിൽ നടക്കുന്ന ആർപ്പോ ആർത്തവം പരിപാടിയിൽ മുഖ്യമന്ത്രി പങ്കെടുക്കില്ല. സംഘാടകർ തീവ്ര ആക്ടിവിസ്റ്റുകളാണെന്ന പോലീസ് റിപ്പോർട്ടിനെ തുടർന്നാണ് തീരുമാനം. പരിപാടിക്ക് എത്താമെന്ന് മുഖ്യമന്ത്രി സമ്മതിച്ചിരുന്നതാണെന്നും അവസാന നിമിഷത്തെ പിന്മാറ്റത്തിന്റെ കാരണം അറിയില്ലെന്നും സംഘാടകർ അറിയിച്ചു. ശബരിമല യുവതീ പ്രവേശന വിധിയെ തുടർന്ന് ആർത്തവ ഐക്യത്തിനെതിരെ കൊച്ചിയിൽ നടക്കുന്ന ആർപ്പോ ആർത്തവം പരിപാടിയിലെ പൊതുസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുമെന്നാണ് സംഘാടക സമിതി അറിയിച്ചിരുന്നത്. എന്നാൽ പോലീസ് റിപ്പോർട്ടിനെ തുടർന്ന് മുഖ്യമന്ത്രി പിന്മാറിയെന്നാണ് വിവരം. ഇന്ന് രാവിലെ കൊച്ചിയിൽ തന്നെ 2 പരിപാടികളിൽ മുഖ്യമന്ത്രി പങ്കെടുത്തിരുന്നു. ഉച്ചയ്ക്ക് ശേഷവും മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടികൾ കൊച്ചിയിലുണ്ട്. ആർപ്പോ ആർത്തവം പരിപാടിക്ക് എത്തില്ല എന്ന വിവരം സംഘാടകരെ ആരും അറിയിച്ചിരുന്നില്ല എന്ന് അഡ്വക്കേറ്റ് TB ബിനി പറഞ്ഞു. ഇന്ന് രാവിലെ ഞാൻ വിളിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞു മുഖ്യമന്ത്രി ഗസ്റ്റ് ഹൗസിലുണ്ട്, പോയി കണ്ട് സംസാരിച്ചിട്ട് നമ്മൾ വരും, വരില്ലെങ്കിൽ വിളിച്ചറിയിക്കാം എന്ന് പറഞ്ഞു. ഇത്രയും ഞങ്ങൾക്ക് അറിയുള്ളൂ. വരുമെന്നാണ് ഇപ്പോഴും ഞങ്ങൾ വിശ്വസിക്കുന്നത്. അഡ്വക്കേറ്റ് ഇന്ദിര ജയ്സിംഗ്, KPMS രക്ഷാധികാരി പുന്നല ശ്രീകുമാർ, CPI നേതാവ് ആനി രാജ തുടങ്ങിയ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ നിരവധി പേർ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ആർത്തവത്തിനെ എതിർക്കുന്നവർക്കെതിരായ വിവിധ സ്ത്രീ കൂട്ടായ്മകളുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചിരുന്നത്. ഇതിന്റെ ഭാഗമായി ഇന്നലെ കൊച്ചിയിൽ ആർത്തവ റാലിയും നടന്നിരുന്നു. മുഖ്യമന്ത്രി പങ്കെടുക്കാത്തതിനെക്കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോട് പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. ന്യൂസ് 18 കൊച്ചി. ഉത്തർപ്രദേശിലെ മുഴുവൻ സീറ്റിലും ഒറ്റയ്ക്ക് മത്സരിച്ച് ശക്തി തെളിയിക്കാൻ ഒരുങ്ങി കോൺഗ്രസ്. ഫെബ്രുവരിയിൽ സംസ്ഥാനത്തെ 15ലധികം റാലികളിൽ പാർട്ടി അധ്യക്ഷൻ രാഹുൽ ഗാന്ധി പങ്കെടുക്കും. സഖ്യത്തിൽ നിന്ന് ഒഴിവാക്കിയത് തിരിച്ചടിയല്ലെന്ന് പാർട്ടി ശക്തി തെളിയിക്കുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. കോൺഗ്രസിനെ ഒഴിവാക്കി സമാജ്വാദി പാർട്ടിയും BSPയും കൈകൊടുത്തതോടെയാണ് ഉത്തർപ്രദേശിൽ സ്വീകരിക്കേണ്ട രാഷ്ട്രീയ തന്ത്രങ്ങൾക്ക് കോൺഗ്രസ് നേതൃത്വം രൂപം നൽകിയത്. സംസ്ഥാനത്തെ 80 സീറ്റുകളിലും മത്സരിക്കാനാണ് നേതൃത്വത്തിന്റെ ധാരണ. പടിഞ്ഞാറൻ UPയിലെ ഹാപൂരിൽ നിന്ന് കോൺഗ്രസ് അധ്യക്ഷൻ പ്രചാരണത്തിന് തുടക്കം കുറിക്കും. ഷഹ്റൻപൂരിലും ബറേലിയിലും മൊറാദാബാദിലും രാഹുൽ റാലിയിൽ പങ്കെടുക്കും. കാർഷിക മേഖലയുടെ പ്രതിസന്ധിയായിരിക്കും മുഖ്യ പ്രചാരണ വിഷയം. ഫെബ്രുവരി മാസത്തിൽ മാത്രം രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്ന 15 റാലികളാണ് സംസ്ഥാനത്ത് നിശ്ചയിച്ചിരിക്കുന്നത്. കോൺഗ്രസിനെ ഒഴിവാക്കി സമാജ്വാദി പാർട്ടിയും BSPയും സഖ്യം പ്രഖ്യാപിച്ചത് തിരിച്ചടിയാകില്ലെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. I think the Congress party has a tremendous amount to offer the people of Uttar Pradesh. So we will obviously do our best as the Congress party. We will fight for our ideology, and I think we might give a surprise or two to people. 2009 ഒറ്റയ്ക്ക് മത്സരിച്ച് 22 സീറ്റുകൾ നേടിയ ചരിത്രമാണ് കോൺഗ്രസ് നേതൃത്വം ചൂണ്ടിക്കാണിക്കുന്നത്. പുതിയ സഖ്യം BJPയേക്കാൾ കോൺഗ്രസിന് ഗുണകരമാകുമെന്നും പാർട്ടി കരുതുന്നു. നാഷണൽ ഡെസ്ക് ന്യൂസ് 18. സ്ഥാനാർത്ഥി നിർണയത്തിലെ പതിവ് ശൈലി അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാറുമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ പറയുമ്പോഴും ഇത് പ്രായോഗികമാക്കുക എളുപ്പമാകില്ലെന്ന് സൂചന. സിറ്റിംഗ് MPമാരും സീറ്റ് മോഹികളായ മുതിർന്ന നേതാക്കളും ചർച്ചയിൽ നിറഞ്ഞതോടെ പുതുമുഖങ്ങൾക്ക് അവസരം നൽകുക എന്നത് വലിയ വെല്ലുവിളിയാകും. ഗ്രൂപ്പുകളെ തൃപ്തിപ്പെടുത്തുന്ന സീറ്റ് വിഭജനം തന്നെയാകും ഇത്തവണയും സംസ്ഥാനത്ത് നടക്കുക. ഈ RSSനെയും മോഡിയെയും പരാജയപ്പെടുത്താൻ അതിന് കേരളത്തിലെ കോൺഗ്രസ് നിങ്ങളുടെ പങ്ക് വഹിക്കണം.
കുറച്ചുകൂടെ ഉണരണം, കുറച്ചുകൂടെ ഉണരണം, കുറച്ചുകൂടെ താഴോട്ട് പോകണം, ഏറ്റവും അടിവേരിലേക്ക് പോകണം. സീറ്റുറപ്പിക്കാൻ സിറ്റിംഗ് എംപിമാർ, ഒഴിവുകളിൽ കണ്ണുനട്ട് സ്ഥാനമോഹികൾ. ഇതിനിടയിൽ AK ആന്റണിയുടെ ഈ പ്രഖ്യാപനം എങ്ങനെ സാധ്യമാകും? ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ അണിയറയിൽ തിരക്കിട്ട ചർച്ചകളാണ്. ഗ്രൂപ്പുകളെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടുള്ള സീറ്റ് വിഭജന ശൈലിക്ക് ഇത്തവണയും കാര്യമായ മാറ്റമുണ്ടായേക്കില്ല. അപ്പോൾ എങ്ങനെ ദേശീയതലത്തിൽ രാഹുൽ ഗാന്ധി ലക്ഷ്യമിടുന്ന പുതുതലമുറ പങ്കാളിത്തം കേരളത്തിൽ ഉറപ്പുവരുത്തും? KPCC യോഗത്തിന് പിന്നാലെ യൂത്ത് കോൺഗ്രസ് നേതൃസംഗമത്തിലും സ്ഥാനാർത്ഥി നിർണയത്തിലെ പതിവ് ശൈലിക്ക് മാറ്റമുണ്ടാകുമെന്ന് AK ആന്റണി പ്രഖ്യാപിച്ചിരുന്നു. തെരഞ്ഞെടുപ്പിന് മുമ്പ് കോൺഗ്രസിൽ ഇത്തരം പ്രഖ്യാപനങ്ങൾ പതിവാണെങ്കിലും സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇത് പ്രകടമാവാറില്ല. പതിവ് മുഖങ്ങൾ തന്നെ സ്ഥാനാർത്ഥികളാവും. ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ അതിപ്രസരമുള്ള കേരളത്തിൽ നേതാക്കൾ നടത്താറുള്ള വീതം വയ്പിനെ ഹൈക്കമാൻഡ് കാര്യമായി എതിർക്കാറുമില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കലെത്തിയ സാഹചര്യത്തിൽ നേതാക്കളെ മണ്ഡലങ്ങളുടെ പേരു ചേർത്ത് ചർച്ച തുടങ്ങിക്കഴിഞ്ഞു. പതിവ് നേതാക്കളാരും പിന്മാറാത്ത സാഹചര്യത്തിൽ പുതുമുഖങ്ങൾക്ക് ആര് വാതിൽ തുറന്നു നൽകുമെന്നതാണ് ചോദ്യം. TG സജിത്, ന്യൂസ് 18, തിരുവനന്തപുരം. കോൺഗ്രസിലേക്ക് ക്ഷണിച്ച K മുരളീധരന് മറുപടിയുമായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A പത്മകുമാർ. സ്വന്തം സ്ഥാനം പാർട്ടിയിൽ ഉറപ്പാണോ എന്ന് മുരളീധരൻ പരിശോധിക്കണമെന്ന് പത്മകുമാർ പറഞ്ഞു. താൻ ഇതുവരെ പാർട്ടിയോ മുന്നണിയോ മാറിയിട്ടില്ല, പിടിച്ചുകൂടി ജീവിതാവസാനം വരെ കൊണ്ടു നടക്കുമെന്നും പത്മകുമാർ സന്നിധാനത്ത് പ്രതികരിച്ചു. ഈ കോൺഗ്രസിനകത്തേക്കൊക്കെ ആളിനെ ക്ഷണിക്കുമ്പോൾ ഈ ക്ഷണിക്കുന്നവരുടെ സ്ഥാനം അതിനകത്ത് ഉറപ്പാണോ എന്നുള്ളതൊന്ന് ഉറപ്പാക്കണം. രണ്ടാമത്തെ കാര്യം, രാമൻ നായരെ പോലുള്ളവരെ പോലും കോൺഗ്രസിനകത്ത് സംരക്ഷിക്കാൻ കഴിയാത്തവരാണ് ഇപ്പോൾ പുതിയ ആൾക്കാരെ അങ്ങോട്ട് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്കൊക്കെ ഞങ്ങളുടെയൊക്കെ പൊതുപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ചില കാഴ്ചപ്പാടുകളുള്ളവരാണ്. അതല്ലാതെ ഇപ്പോൾ എൻ്റെ ഭാവിയെ പറ്റിയാണ് അദ്ദേഹത്തിൻ്റെ എന്നെ പറ്റിയുള്ള കരുതലിന് എനിക്ക് ഏറ്റവും സന്തോഷം തന്നെയാണ്. എനിക്കെൻ്റെ പാർട്ടിയോ ഞാൻ നിന്ന മുന്നണിയോ മാറേണ്ടി വന്നിട്ടില്ല. നിന്ന പാർട്ടിയോ മുന്നണിയോ മാറേണ്ടി വന്നവരും മാറിയും മറിഞ്ഞും നിന്നിട്ടുള്ളവരും അവനവൻ്റെ സ്ഥാനത്തെപ്പറ്റി സ്വപ്നമുള്ളവരുമൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിച്ചാൽ മതി. ആലപ്പാട്ടെ കരിമണൽ ഖനനത്തിനെതിരായ സമരം കോൺഗ്രസ് ഏറ്റെടുക്കില്ല. സമരത്തിന് പിന്തുണ നൽകാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. ഖനനം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നേതാവ് CR മഹേഷ് 24 മണിക്കൂർ നിരാഹാര സത്യാഗ്രഹം തുടങ്ങി. സമരം ഹൈജാക്ക് ചെയ്യാൻ ആരെയും അനുവദിക്കില്ലെന്ന് സമരസമിതി വ്യക്തമാക്കി. സേവ് ആലപ്പാട് സമരം വലിയ ചർച്ചയായ സാഹചര്യത്തിലാണ് കോൺഗ്രസ് പിന്തുണയുമായി എത്തിയത്. IREL നടത്തുന്ന ഖനനം അവസാനിപ്പിക്കണം, സീ വാഷിംഗ് നിർത്തിവെക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് യൂത്ത് കോൺഗ്രസ് നേതാവ് CR മഹേഷ് ആലപ്പാട്ടെ സമരപ്പന്തലിൽ നിരാഹാരം തുടങ്ങി. 24 മണിക്കൂർ സത്യാഗ്രഹം സ്ഥലം MPയും AICC ജനറൽ സെക്രട്ടറിയുമായ KC വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. സമരം കോൺഗ്രസ് ഏറ്റെടുക്കില്ലെന്നും പിന്തുണ നൽകുകയാണ് ചെയ്യുന്നതെന്നും KC വേണുഗോപാൽ പറഞ്ഞു. അവർ സമരം നടത്തുന്ന സമരമാണ്. ആ സമരത്തിനോട് അനുഭവം പ്രകടിപ്പിച്ചുകൊണ്ട് ഞങ്ങളെല്ലാവരും നിൽക്കുകയാണ്. അവർ ഈ ഒരു പ്രദേശത്തെ ജനങ്ങളുടെ അതിജീവനവുമായി ബന്ധപ്പെട്ട് അവർ ഉയർത്തുന്ന യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു ജനകീയ പ്രക്ഷോഭമാണ് ഇത് എന്നുള്ള കാര്യം സംശയമില്ല. അപ്പോൾ അതുകൊണ്ട് അതിന് പിന്തുണ അർപ്പിക്കാൻ എത്തുന്നതാണ്. ഹൈജാക്കിന്റെ പ്രശ്നം തന്നെ എത്തില്ല, ഏറ്റെടുക്കുന്ന പ്രശ്നം. സമരം ഹൈജാക്ക് ചെയ്യാൻ ആരെയും അനുവദിക്കില്ലെന്ന് സമരസമിതി വ്യക്തമാക്കി. സമരപന്തലിലേക്ക് ആർക്കും പിന്തുണയുമായി വരാം. ഇവിടെ കോൺഗ്രസ്സുകാർ വന്നാലും BJPക്കാർ വന്നാലും CPMകാർ വന്നാലും CPIക്കാർ വന്നാലും ആര് വന്നാലും സ്വാഗതം ചെയ്യുന്നതിനപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും ഈ സമരം ഏറ്റെടുക്കാൻ അനുവദിക്കില്ല എന്നുള്ളത് അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിക്കുകയാണ്. ചർച്ചയ്ക്കായി സംസ്ഥാന സർക്കാർ ഇതുവരെ ക്ഷണിച്ചിട്ടില്ല. 16-ാം തീയതി നടക്കുന്ന ഉന്നതതല യോഗത്തിന് ശേഷം ഭാവി പരിപാടികൾ തീരുമാനിക്കും. ഖനനം നിർത്തിവെക്കണമെന്ന നിലപാടിൽ നിന്ന് പിന്നോട്ടില്ലെന്നും സമരസമിതി നേതാക്കൾ അറിയിച്ചു. ന്യൂസ് 18, കൊല്ലം. സഭാ തർക്കം നിലനിൽക്കുന്ന കോലഞ്ചേരി പഴന്തോട്ടം പള്ളിയിൽ സംഘർഷത്തിനയവ്. പള്ളിക്കുള്ളിൽ കഴിഞ്ഞിരുന്ന ഓർത്തഡോക്സ് വിഭാഗം പള്ളി പൂട്ടി പുറത്തിറങ്ങി. പ്രാർത്ഥനായജ്ഞം തുടരുമെന്ന് യാക്കോബായ പക്ഷം അറിയിച്ചു. ഇന്നലെ ഓർത്തഡോക്സ് വിഭാഗം വൈദികർ പൂട്ട് തകർത്ത് ഉള്ളിൽ പ്രവേശിച്ചതോടെ ആരംഭിച്ച സംഘർഷത്തിനാണ് ഇപ്പോൾ താൽക്കാലിക ശമനമായിരിക്കുന്നത്. നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് യാക്കോബായ വിഭാഗം അധ്യക്ഷൻ തോമസ് പ്രഥമൻ കാതോലിക്ക ബാബ ആരംഭിച്ച ഉപവാസ സമരം ഇന്ന് പുലർച്ചെ അവസാനിപ്പിച്ചു. RDOയുടെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയിൽ പഴന്തോട്ടം പള്ളിയോട് ചേർന്നുള്ള ചാപ്പലിൽ കുർബാന അർപ്പിക്കാൻ അവസരം നൽകിയതോടെയാണ് കാതോലിക്ക ബാബ ഉപവാസം അവസാനിപ്പിച്ച് മടങ്ങിയത്. പള്ളിയിൽ കുർബാനയും പ്രാർത്ഥനയും പൂർത്തിയാക്കിയ ഓർത്തഡോക്സ് വിഭാഗം വൈദികരും വിശ്വാസികളും പള്ളി പൂട്ടിയ ശേഷം മടങ്ങിപ്പോയി. പോലീസ് സഹായത്തോടെ മറുപക്ഷം കോടതി വിധി ലംഘിച്ചതായി മത്തായി ഇടയനാൽ കോറപ്പിസ്കോപ്പ ആരോപിച്ചു. കളക്ടർ ലംഘിച്ചത് എങ്ങനെയാണ്? കളക്ടർ കോടതി ഉത്തരവ് പാലിച്ചു, പിന്നെ വേറെ ആരൊക്കെയോ ലംഘിച്ചു. ഈ ചെയ്ത SP-യും DYSP ഉൾപ്പെടുന്ന പോലീസുകാരുടെ ഒത്താശയോടുകൂടി ഇതെല്ലാം നടന്നു. നീതി ലഭിക്കും വരെ പ്രാർത്ഥനായജ്ഞം തുടരുമെന്ന നിലപാടിലാണ് യാക്കോബായ പക്ഷം. ഈ രാജ്യത്ത്
ഏത് മനുഷ്യനും അവൻ്റേതായ മതത്തിൽ വിശ്വസിക്കാനോ ആരാധിക്കാനോ റൈറ്റുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ പൂർവികന്മാർ ഞങ്ങൾക്ക് പകർന്നു തന്ന വിശ്വാസത്തിൽ ഞങ്ങൾ മുമ്പോട്ട് പോകും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പ്രാർത്ഥനായജ്ഞം മുമ്പോട്ട് കൊണ്ടുപോകും. പള്ളിയിൽ കനത്ത പോലീസ് കാവൽ തുടരുന്നുണ്ട്. ഓർത്തഡോക്സ് പക്ഷം പ്രാർത്ഥനായജ്ഞം അവസാനിപ്പിക്കുകയും യാക്കോബായ അധ്യക്ഷൻ ഉപവാസം അവസാനിപ്പിക്കുകയും ചെയ്തതോടെ താൽക്കാലികമായി അന്തരീക്ഷം ശാന്തമാണ്. എങ്കിലും നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയാണ് വിശ്വാസികൾ. ക്യാമറാമാൻ ശ്യാംദാസിനൊപ്പം എൻ ശ്രീനാഥ്, ന്യൂസ് 18 കൊച്ചി. സിബിഐ മുൻ ഡയറക്ടർ അലോക് വർമ്മയ്ക്കെതിരെ സിബിഐ അന്വേഷണത്തിന് കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ ശുപാർശ ചെയ്തേക്കും. മൊയ്ൻ ഖുറേഷി കേസിൽ അലോക് വർമ്മയെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്നാണ് സിവിസി നിലപാട്. അലോക് വർമ്മയ്ക്കെതിരെ അഴിമതി ആരോപണങ്ങളിൽ തെളിവില്ലെന്ന് അന്വേഷണത്തിന് മേൽനോട്ടം വഹിച്ച ജസ്റ്റിസ് AK പട്നായിക് വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് സിവിസി നീക്കം. സിബിഐയിലെ തർക്കം പുതിയ തലത്തിലേക്ക് നീങ്ങുന്നതിന്റെ സൂചനകളാണ് പുറത്തുവരുന്നത്. ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് നീക്കിയ അലോക് വർമ്മയ്ക്കെതിരെ സിബിഐ അന്വേഷണം വേണമെന്ന് KV ചൌധരി അധ്യക്ഷനായ കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ ശുപാർശ ചെയ്തേക്കും. ഇത് സംബന്ധിച്ച് കേന്ദ്രത്തിന് ഉടൻ കത്ത് നൽകും. വിവാദ വ്യവസായി മൊയ്ൻ ഖുറേഷി കേസിൽ അലോക് വർമ്മയെ വിശദമായി ചോദ്യം ചെയ്യണമെന്നാണ് ആവശ്യം. കേസിലെ ഇടനിലക്കാരൻ സനിയുടെ ടെലഫോൺ സംഭാഷണത്തിൽ സിബിഐയിലെ 1-ാം നമ്പർ ഉദ്യോഗസ്ഥനുമായി സംസാരിച്ചുവെന്നും മൊയ്ൻ ഖുറേഷിക്ക് ആശ്വാസകരമായ റിപ്പോർട്ട് തയ്യാറാക്കുമെന്ന് ഉറപ്പു ലഭിച്ചതായും പറയുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ അലോക് വർമ്മയുടെ ഇടപെടൽ തെളിയിക്കുന്നതിന് സിബിഐ അന്വേഷണം വേണമെന്നാണ് സിവിസിയുടെ നിലപാട്. അതേസമയം സിവിസി പക്ഷം പിടിക്കുന്നുവെന്ന് അലോക് വർമ്മ ആരോപിച്ചു. രാകേഷ് അസ്താനയെ സംരക്ഷിക്കണമെന്ന് KV ചൌധരി തന്നെ നേരിൽ കണ്ട് ആവശ്യപ്പെട്ടതായും അലോക് വർമ്മ ആരോപിച്ചു. സിബിഐ മുൻ ഡയറക്ടർ അലോക് വർമ്മ കൈക്കൂലി വാങ്ങിയതിന് തെളിവില്ലെന്ന് നേരത്തെ സിവിസി അന്വേഷണത്തിന് മേൽനോട്ടം വഹിച്ച ജസ്റ്റിസ് AK പട്നായിക് വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് 18 ഡൽഹി. സാമ്പത്തിക സംവരണ ബിൽ പാസാക്കിയതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നന്ദി അറിയിച്ച് NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ. സാമൂഹിക നീതി നടപ്പാക്കാനുള്ള ഇച്ഛാശക്തിയോടെ ഉള്ള നടപടിയാണ് ബില്ലിലുള്ളതെന്ന് പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിൽ പറയുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കെ സുകുമാരൻ നായരുടെ കത്ത് രാഷ്ട്രീയമായി ഗുണം ചെയ്യുമെന്നാണ് BJP നേതൃത്വത്തിന്റെ വിലയിരുത്തൽ.